നമസ്കാരം. സ്വന്തമായ ഒരു ജോലി നോക്കുന്നവർക്കായുള്ളൊരു വീഡിയോയാണ് പങ്കുവയ്ക്കുന്നത്. പ്രതിരോധ വകുപ്പിന് കീഴിലെ വിവിധ ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിലേക്കാണ് നിയമനം. ഡയറക്ടർ ജനറൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് ഇപ്പോൾ അക്കൗണ്ടന്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ഫോട്ടോഗ്രാഫർ, ഫയർമാൻ, കുക്ക്, ലാബ് അറ്റൻഡന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ട്രേഡ്സ്മാൻ മേറ്റ്, വാഷർമാൻ, കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ, ടിൻ സ്മിത്ത് വിഭാഗങ്ങളിലായാണ് ആളുകളെ വിളിച്ചിരിക്കുന്നത്. 100-ലേറെ ഒഴിവുകളാണ് ഇവിടെയുള്ളത്. മിനിമം 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ആകെയുള്ള 113 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മതിയായ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായി 2025 ജനുവരി 7 മുതൽ 2025 ഫെബ്രുവരി 6 വരെ അപേക്ഷിക്കാവുന്നതാണ്. 18,000 രൂപ മുതൽ 81,100 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതുണ്ട്. ഫീസ് ഓൺലൈൻ വഴി നെറ്റ് ബാങ്ക്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ചും അടയ്ക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടച്ച ഫീസ് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതായിരിക്കില്ല. കൂടാതെ അപേക്ഷാ ഫീസിന് പുറമേ വരുന്ന ബാങ്ക് ചാർജുകൾ ഉദ്യോഗാർത്ഥികൾ വഹിക്കേണ്ടതാണ്. SC, ST വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഫീസ് ഇളവുണ്ട്. ഓരോ വിഭാഗത്തിലേക്കും അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി എന്നിവ വിശദമായി അറിയാൻ ഔദ്യോഗിക വെബ്സൈറ്റായ www.mod.gov.in സന്ദർശിക്കുക. അതേസമയം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള നിരവധി വകുപ്പുകളിലും മറ്റ് വകുപ്പുകളിലേക്കും താൽക്കാലിക ഒഴിവുകളിലേക്ക് ആളെ വിളിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദമായി നോക്കാം. മെഡിക്കൽ ഓഫീസറിന്റെ ഒഴിവാണ് വന്നിരിക്കുന്നത്. ആദ്യം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബേൺസ് യൂണിറ്റിലെ പ്രോജക്റ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ജനറൽ സർജറിയിൽ MS DNB പെർമനന്റ് രജിസ്ട്രേഷനോട് കൂടിയ MBBS ആണ് യോഗ്യതയായി പറയുന്നത്. താല്പര്യമുള്ളവർ ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജനുവരി 22 ഉച്ചയ്ക്ക് 2-ന് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. അതുപോലെ തന്നെ തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിലെ സംയോജിത മത്സ്യവിഭവ പരിപാലന പദ്ധതിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഫിഷറീസ് ഗാർഡിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യതയായി ഏതെങ്കിലും ഫിഷറീസ് സ്കൂളിൽ നിന്നും BHSSC അല്ലെങ്കിൽ HSC എടുത്തവരായിരിക്കണം. സ്ട്രോങ് ലൈസൻസി ഉള്ളവരും മോട്ടറൈസ്ഡ് വള്ളങ്ങൾ ഓടിക്കുന്നതിൽ കഴിവ് തെളിയിച്ചുള്ളവർക്കും ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവരും ആയിരിക്കണം. ചേറ്റുവയിൽ താമസിക്കുന്നവർക്കായിരിക്കും മുൻഗണന ലഭിക്കുന്നത്. 2 മിനിറ്റിൽ 100 മീറ്റർ ദൂരം നീന്താൻ അറിഞ്ഞിരിക്കണമെന്നും പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ ജനുവരി 20-ന് രാവിലെ 11-ന് തൃശൂർ പള്ളിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകൾ സഹിതം വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്.